കരുവന്നൂര് ബാങ്ക് തട്ടിപ്പ് കരുവന്നൂര് അതിലെ സുനിൽകുമാർ എന്തെങ്കിലും പാവങ്ങൾക്ക് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ജയിച്ചാ ചെയ്യുമോ? ജയിച്ചാലും ചെയ്യാൻ പാടില്ല. സുരേഷ് ഗോപി ജയിക്കുമോ? ഇഷ്ടം പോലെ അവസരങ്ങൾ അവർക്ക് കിട്ടിയിട്ട് എന്നിട്ട് അവർ വന്ന് എന്താ ചെയ്തുള്ളത്? വികസനം എന്താ പറയണ്ടായിട്ടുള്ളത്? ഈ ഹൈമാസ്ക് ലൈറ്റ് മാത്രം വെച്ചോണ്ടായില്ലോ. ഇപ്പൊ ആ പാവങ്ങളെല്ലാവരും സുരേഷ് ഗോപി കോട്ടി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സുരേഷ് ഗോപി ഭാഗത്ത് വികസനം പ്രതീക്ഷിക്കുന്നുണ്ട് 101%. കരുവന്നൂര് ബാങ്ക് തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവര് സുരേഷ് ഗോപി കോട്ട് ചെയ്യും. തീർച്ചയായിട്ടും 101%. തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ചേച്ചി നമസ്കാരം. ചേച്ചി നമസ്കാരം. സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ടോ? എന്തിനാ തല മാറ്റി കളഞ്ഞ് പേടിയാണോ? സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്നിട്ടെന്താ നിങ്ങൾ തല മാറ്റി കളഞ്ഞ് പ്രവർത്തനം? സുരേഷ് ഗോപി അത്ര മേലില്ലാത്ത ആളാണോ? നിങ്ങൾ എന്തിനാ കൈ കുടിക്കുന്നത്? വി എസ് സുനിൽകുമാർ ഉണ്ടല്ലോ, ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി, അദ്ദേഹം ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ അപകടത്തിലായ ആളുകളുണ്ടല്ലോ, തട്ടിപ്പിനിരയ ആളുകൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന അറിയോ? ചെയ്ത കാര്യമല്ല അറിയോ? ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. അപ്പൊ ആ പാവങ്ങള് ഇത്തവണ ആർക്കോട്ടി? ഇത്തവണ അവർക്ക് നല്ല ബുദ്ധി തോന്നാണെങ്കിൽ അവര് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യട്ടെ. നല്ല ബുദ്ധി തോന്നാണെങ്കിൽ അവര് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യട്ടെ. കെ മുരളീധരൻ ഉണ്ടല്ലോ, ആളുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ സ്ത്രീ വോട്ടർ എന്നുള്ള നിലയിൽ ആൾ കുഴപ്പമില്ല. നല്ല ഇവിടുത്തെ ഒരു വലിയൊരു മത്സരം തന്നെ നടക്കും. സുരേഷ് ഗോപിക്ക് പ്രതിസന്ധി ഉണ്ടാവും. ഇതൊക്കെ സുരേഷ് ഗോപിക്ക് പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, ജയിക്കും ഉറപ്പ്. നമസ്കാരം. ദീപ. സുരേഷ് ഗോപിയെ കാണാൻ വന്നതാണ്. അതെ, വന്നതാ. സുരേഷ് ഗോപിയോട് വിജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? വിജയിക്കും, എന്തായാലും വിജയിക്കും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആള് നല്ലൊരു മനുഷ്യനായിരുന്നു, ആണ്. എല്ലാവർക്കും സഹായങ്ങളൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ അതുകൊണ്ട് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുണ്ടല്ലോ, കെ മുരളീധരൻ, വി എസ് സുനിൽകുമാർ, അവരെ പറ്റി എന്താ അഭിപ്രായം? അവരും കുഴപ്പമൊന്നുമില്ല, എന്നാലും സുരേഷ് ഗോപിയാണ് ബെറ്റർ. ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷത്തെ ഇവിടുത്തെ TN പ്രതാപൻ MP ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആളെ കണ്ടിട്ടേനല്ലേ, പിന്നെ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. ഇല്ല. ഒരിക്കലും ഒരു MP അതുപോലെ ആകരുന്നുണ്ടോ? ആകരുത്. സുരേഷ് ഗോപിയിലാണ് പ്രതീക്ഷ. സുരേഷ് ഗോപി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ മാത്രം ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സേവനങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ചെയ്യും. ഉറപ്പാണ്, ജയിക്കും. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, ഇപ്പോൾ പൊതുവെ ഒരു പ്രചരണമുണ്ട് BJP ഒരു വർഗീയ പാർട്ടിയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി അവരിലെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ BJPക്ക് അവർ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യും? സാധ്യത കുറവാണ്. അത് പറയാൻ പറ്റില്ല. എന്നാലും BJP തന്നെ ജയിക്കാനാണ് സാധ്യത. അതെ, ഉറപ്പായിട്ടും ജയിക്കും. അതിനുള്ള പ്രവർത്തനത്തിലുണ്ടോ? ഉണ്ട്. സജീവമാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ മറ്റഭിപ്രായങ്ങൾ? സമ്മിശ്രണമാണോ? അല്ല, ജയിക്കും തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ജയിച്ചിരിക്കും. ഈ സ്ത്രീ വോട്ടർമാരുണ്ടല്ലോ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ, അവരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവർക്ക് സുരേഷ് ഗോപി മതി എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടോ? ഉണ്ട്. അത് അനുകൂലമാവും സുരേഷ് ഗോപി? അനുകൂലമാവും. നമസ്കാരം. എന്താ ചേച്ചി കൊടുക്കുന്നത്? സുരേഷ് ഗോപിനെ കാണാൻ. സുരേഷ് ഗോപിയുടെ വിജയിക്കുമോ? ഉറപ്പാണോ? ഉറപ്പായി വിജയിക്കും. ചോദിക്കാലോ? സുരേഷ് ഗോപിനെ കാണാനോ? കാണാനാണോ? സുരേഷ് ഗോപി ജയിക്കുമോ ഇവിടെ? അമ്മ പറഞ്ഞതാ? അമ്മ പറഞ്ഞല്ലേ? നമ്മുടെ നാടിന് ഒരു ഉപകാരമുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ മോദി സർക്കാർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തായാലും സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ഒരു 5 വർഷം ഇവിടെ MP ഉണ്ടായിരുന്നല്ലോ, TN പ്രതാപൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? ആള് ഈ നാട്ടിൽ തന്നെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ മോശമായിരുന്നു. ഇപ്പോ അതിന്റെ പേരിലായിരിക്കാം ഇപ്പോ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു കോൺഗ്രസ്. ആയിരിക്കും. സുരേഷ് ഗോപിയുടെ സാധ്യതകൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിജയിക്കുമെന്നൊക്കെ പറയുന്നത്? നല്ലൊരു വ്യക്തിത്വമാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ജയിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇവിടെ മുസ്ലിം വോട്ടർമാർ ഒരുപാടുണ്ട്, ക്രിസ്ത്യൻ വോട്ടർമാർ ഒരുപാടുണ്ട്. ഇവരൊക്കെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഒരു വർഗീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്.
അങ്ങനെ ഒരു പ്രചരണം വലിയ രീതിയിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും അത് തികച്ചും തെറ്റായ ഒരു അഭിപ്രായം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ നാടിന് നല്ല ആൾക്കാർ തന്നെയാണ് വിജയിപ്പിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഹിന്ദുക്കളെക്കാളും കൂടുതൽ മുസ്ലിംസും ക്രിസ്ത്യൻസും ആണ് ഈ പാർട്ടിയിലേക്ക് വരുന്നത്. നമുക്ക് പറയാലോ, കാരണം ഇന്നത്തെ ആളുകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണ്, പണ്ടത്തെ പോലെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരല്ല. സ്വാഭാവികമായിട്ട് വിജയിക്കും. സ്വാഭാവികമായിട്ടും എന്തായാലും വിജയിക്കും, ഉറപ്പ്. സുരേഷ് ഗോപി വിജയിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ജയിക്കും, തീർച്ചയായിട്ടും വിജയിക്കും. സുരേഷ് ഗോപി ജയിക്കുള്ളൂ ഇപ്രാവശ്യം. തൃശ്ശൂർ മണ്ഡലം സുരേഷ് ഗോപിക്കുള്ളതാണ്. കെ മുരളീധരനോട് ബി.ജെ.പിയുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുകയാണ്. അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു പ്രതിസന്ധിയല്ല, അത് മികച്ചൊരു സ്ഥാനാർത്ഥിയല്ല. ഒരിക്കലില്ല. സുരേഷ് ഗോപി മുമ്പിലൊക്കെ ഈ മുരളീധരനും ഒന്നുമല്ല. കാരണം ആളിപ്പോ വരുന്നു, ആള് ഈ നാട്ടുകാരനാന്നിട്ട് എന്താ കാര്യം, ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല. പക്ഷെ സുരേഷ് ഗോപി അങ്ങനെയല്ലല്ലോ. തോറ്റാലും ആൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ അത്രയും ഒരു വ്യക്തി, നല്ലൊരു വ്യക്തി, ആൾക്കാർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയല്ലേ നമ്മൾ വിജയിപ്പിക്കണ്ടേ. ജനങ്ങൾക്കറിയാം ഇപ്രാവശ്യം ആര് വിജയിക്കണം എന്നുള്ളത്. ചേച്ചി നമസ്കാരം. അയ്യോ, മോദിയെ കണ്ടത് വളരെ സന്തോഷം. വളരെ ഞങ്ങളുടെ ജീവിത സാഫല്യമായതുകൊണ്ടായിപ്പോയി. സന്തോഷം. കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാണാൻ പറ്റി. ബി.ജെ.പി വിജയിക്കാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും ഈ ഒരു നല്ല ഉറപ്പ് തന്നെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം. ഈ പി.സി. ജോർജിന്റെ ബി.ജെ.പി പ്രവേശനം ഗുണം ചെയ്യുമോ പത്തനംതിട്ടയിൽ? തീർച്ചയായിട്ടും ചെയ്യും. ഉറപ്പാണ്. കാരണം നല്ലൊരു പ്രവർത്തകരാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. നല്ല ഭരണം കണ്ട് ജനം മടുത്തു. അതുകൊണ്ടാണ്. അതെ, പിണറായി വിജയനെ പറ്റി എന്താ അഭിപ്രായം? ഒന്നും പറയാനില്ല. എന്തുവാ പിണറായി വിജയൻ കസാറ ഒരു ഗുണമില്ല. എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാന്. ഇവിടെ കൊച്ചു ചെറുപ്പക്കാര്, കൊച്ചു പെൺപിള്ളേര്, സ്ത്രീകള്, ഞങ്ങളെപ്പോലുള്ള സ്ത്രീകള് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ചീന്തി കളയുക ഞങ്ങളെയൊക്കെ. അതുകൊണ്ട് ഞാനില്ലേ LDF വോട്ട് കൊടുത്തിട്ടുണ്ട്, UDF വോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാന് ഇത് രണ്ടും കളഞ്ഞിട്ടാണ് ഇപ്പൊ ഇവരോട് ഇറങ്ങി തിരിച്ചേക്കുന്നത്. BJP തന്നെ ജയിക്കും. താമര കൊയ്യും. പത്തനംതിട്ടയില് പിണറായി വിജയൻ പ്രചരണത്തിന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? കല്ലെടുത്ത് എറിഞ്ഞ് ഞങ്ങൾ ഓടിക്കും. കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കും. അതുപോലത്തെ ഞങ്ങൾ അടിച്ചേനെ. ഇതുപോലെ ഒരു നാറിയ ഭരണം ഇനി വേണ്ട. BJP ഭരിച്ചാ മതി. ചേട്ടാ, പുൽവാമ ഭീകരാക്രമണത്തില് പാകിസ്ഥാന് പങ്കില്ലാന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, എന്താണ് അഭിപ്രായം? പുള്ളിക്ക് ഒരു കാര്യം അറിയാൻ വയ്യെങ്കിൽ അതേക്കുറിച്ച് പറയാൻ പാടില്ല. നമ്മുടെ രാഷ്ട്രത്തെയാണ് പുള്ളി വന്നിട്ട് അപലപിച്ചിരിക്കുന്നത്, അപമാനിച്ചിരിക്കുന്നത്. അതെ. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിൽ നിന്ന് അവർ തന്നെ ഒരു ഉത്തരവാദിത്തം അന്ന് ഏറ്റെടുത്താണ്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പുറകിലെ കാരണം എന്താണ്? ഞാൻ 22 വർഷം മിലിറ്ററി ജോലി ചെയ്ത ഒരാളാണ്. എനിക്കറിയാം, ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും തെറ്റായ ഒരു വാക്കാണ്. നമ്മുടെ രാഷ്ട്രത്തെ ഇത് ചെയ്യാൻ പാടില്ല. രാജ്യദ്രോഹത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് ഞാൻ പറയാൻ പറ്റില്ല. അല്ല, ഉദ്യോഗസ്ഥനാണെങ്കിലും അതിനേതായുള്ള പവർ നമുക്കില്ല. അങ്ങനെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും അഭിപ്രായം അങ്ങനെ ഉണ്ട്. രാജ്യദ്രോഹത്തിന് എതിരായിട്ട് ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും വേറൊരു വ്യക്തി പറഞ്ഞാലും അത് തെറ്റാണ്. തെറ്റ്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? കാര്യം പുള്ളി അതിന്റെ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുള്ളൂ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് സംഭവം പറയാനുണ്ടല്ലോ. ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വോട്ട് പ്രതീക്ഷിച്ചിട്ടാണോ? വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, പുള്ളി പറയല്ലോ ഇതിപ്പോ. അല്ലെങ്കിൽ പുള്ളി ഇത് പറയല്ലേ. തീർച്ചയായിട്ടും അതിനുവേണ്ടി മിലിറ്ററിക്കാരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇതുകൊണ്ട് പറഞ്ഞാല് പുള്ളിക്ക് വോട്ട് കിട്ടും. ഇപ്പോ പത്തനംതിട്ടയിലെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ BJP വോട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, അധികം പേർക്കും ഇതിന്റെ യഥാർത്ഥം അറിയത്തില്ല. അതാണ് വരുന്ന സംഗതികൾ. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ 4 സൈനികരുടെ തല വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ സൈനികർ. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഇവിടെ വിളിച്ചു വരുത്തി ഒരു വിരുന്നൊടുക്കുന്ന ഒരു സംഭവമൊക്കെ AK ആന്റണിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അന്നത്തെ UPA സർക്കാരിന് വിരുന്നല്ല വിളിച്ചത്. പുള്ളി ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് ഇത് എങ്ങനെ പരിഹരിക്കാം, ഇനി അത് പാടില്ലെന്നുള്ള ഒരു ഇതിലേക്കാണ് പോയത്. അല്ലാതെ അവരെ പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറിയിരുന്നു. അതേക്കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ 96 പോകുന്നതാണ് ഇത് പെൻഷൻ. ഇവിടെ BJP വിജയിക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ജയിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ എല്ലാവരും വന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോട്ട് ആർക്കാ കൊടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. പത്തനംതിട്ട ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് BJPയുടെ പ്രചരണ ബോർഡുകൾ, പോസ്റ്ററുകളൊക്കെ കുറവാണല്ലോ.
അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പം ഭരണം തന്നെ അങ്ങനെയാണ്. നമ്മുടെ ഇപ്പോൾ തൽക്കാലമുള്ള ഇപ്പോഴുള്ള ഭരണം പോസ്റ്റർ കുറവ്. പക്ഷെ ഓരോ വോട്ടറുടെയും മനസ്സിൽ മോദിജിയാണ്. മോദിജിക്ക് പ്രത്യേക പോസ്റ്ററിൻ്റെ ആവശ്യമില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?